അങ്ങനെ OTT റിലീസായിട്ടുള്ള സൈറൺ എന്ന മൂവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആക്ച്വലി സിനിമ എന്ന് പറയുന്നത് സ്ഥിരം ടെംപ്ലേറ്റിൽ വരുന്ന ഒരു മൂവിയാണ്. റിവെഞ്ച് സ്റ്റോറി. ജയൻ രവി തന്നെ പ്രീവിയസ് പടം അടങ്കാമാർ ഇതേ സാധനം തന്നെ എടുത്തു വെച്ചിരിക്കുന്നത്. റിവെഞ്ച്, വില്ലന്മാരെ കൊല്ലുന്നു, കുടുംബത്തിനെ കൊന്ന ആളിനെ. പക്ഷെ അടങ്കാമാർ എന്ന സിനിമ അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ഉള്ളതുകൊണ്ട് നല്ല BGM ഒക്കെ ആയിട്ട് എനിക്ക് അത്യാവശ്യം കണ്ടിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഈ മൂവി. ഈ സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ നായകൻ ജയൻ രവി ജയിലിൽ നിന്ന് റിലീസാവുകയാണ്. പുള്ളി കുറേ വർഷങ്ങൾക്ക് ശേഷം പരോളിനെ പോകാറില്ല, റിലീസാവില്ല, പരോളിന് ഇറങ്ങുകയാണ്. അപ്പോൾ അച്ഛനും സുഖമില്ല, പിന്നെ മകളെ കണ്ടിട്ടില്ല, മകളെയും കാണാം എന്ന് പറഞ്ഞിട്ട് റിലീസാവുകയാണ്. മകൾക്കാണെങ്കിൽ അച്ഛനോട് ഭയങ്കര ദേഷ്യമാണ്. ജയിലിൽ കിടക്കണ ആളുടെ മകള് എന്നുള്ള രീതിയിൽ പിള്ളേരൊക്കെ കളിയാക്കണമെന്നിട്ട് അതങ്ങനെ പോകുന്നുണ്ട്. ഒരു 2 സീന് കാണിക്കും, ഒരു ഭയങ്കര ഇമോഷണലായി കാണിക്കും. അത് കഴിഞ്ഞതും ഒരു മെയിനായിട്ടുള്ള ഒരാൾ മരിക്കുകയാണ്. അപ്പം കേസ് അന്വേഷിക്കാൻ നമ്മുടെ പോലീസ് ഓഫീസർ കീർത്തി സുരേഷ് വരും. അങ്ങനെ മരിക്കുമ്പോൾ നമ്മുടെ ആൾ അവിടെ ഉണ്ടല്ലോ, ഓട്ടോമാറ്റിക്കായിട്ട് ജയിൽ പുള്ളിൻ്റെ മേലെയാണ് സംശയം മൊത്തം തിരിയുക. പക്ഷെ അവിടെ ഒരു സ്ക്രീൻ പ്ലേയിൽ ഒരു ട്വിസ്റ്റ് പോലെ വെച്ചിട്ട് അയ്യ പുള്ളിയല്ല വേറൊരാളാണ് എന്ന് പറഞ്ഞ് വേറെ ആളിനെ കാണിക്കും. ഈ സിനിമ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ജയൻ രവി തന്നെയാണ് കൊന്നത്. അതിൽ തർക്കമൊന്നുമില്ല. നമ്മൾ എത്ര പടങ്ങൾ കണ്ടിട്ടുണ്ട്. സോ അതിനെ തന്നെ പിന്നെയും സ്ക്രീൻ പ്ലേയിൽ നമുക്ക് അവനായിരിക്കുമോ എന്ന് ആലോചിക്കാൻ വേണ്ടി സ്ക്രീൻ പ്ലേയിൽ വേറൊരു ട്രാക്ക് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ പ്ലേ മൊത്തം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നല്ലാതെ നമുക്കൊന്നും കുഴയാനില്ല. നമുക്കറിയാം പുള്ളി നമ്മളാ രോമാഞ്ചത്തിൽ നമ്മുടെ ആൾ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഇതിപ്പോ എങ്ങനെയാണ്, അതായത് ഇപ്പൊ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയൊക്കെ ഭയങ്കര ഒരു എന്താ പറയാ അനുഭവം. പരമേശ്വരനും പുള്ളിൻ്റെയും നമുക്കറിയാം, ആദ്യം തന്നെ അറിയാം ഭാര്യ മരിച്ചു. അപ്പൊ ആരെങ്കിലും വില്ലന്മാർ എന്തെങ്കിലും കാര്യങ്ങൾ കൊന്നിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് അറിയില്ല, അത്രേ ഉള്ളൂ. ഇതിനെ പിന്നെയും കുറച്ചു നേരം കാണിച്ച് അത് പിന്നീട് കറങ്ങിത്തിരിഞ്ഞ് പിന്നെ ഇവൻ തന്നെയാണ് കൊന്നത്, ഇനി അടുത്ത ആളിനെയും കൂടെ കൊല്ലും എന്ന് പറയും. അപ്പൊ ഒരു നല്ലൊരു നടീനെ പോലീസ് ആക്കിയിട്ടുണ്ടല്ലോ. അപ്പൊ ആള് ഞാൻ സമ്മതിക്കില്ല, എങ്ങനെയെങ്കിലും തടയണം എന്നുള്ള രീതിയിൽ പുള്ളി കീർത്തി സുരേഷ് നന്നായി ശ്രമിക്കും. പക്ഷെ വില്ലനെ കൊല്ലും. അവസാനം തിരിച്ച് ജയിലിൽ തന്നെ പോകും. അവസാനം കീർത്തി സുരേഷ് മകളെയും കൂട്ടിയിട്ട് വരും, എല്ലാ തെറ്റിദ്ധാരണയും നിർത്തലാക്കിയ പോലെ. പക്ഷെ എനിക്ക് അതല്ല അറിയാത്തത്, വീട്ടുകാർക്കൊക്കെ അറിയാം കാര്യങ്ങൾ. എത്രയോ വർഷമായിട്ട് ജയിലിൽ തന്നെ ഉണ്ട്. ഒരു 10 മിനിറ്റ് പോരെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്, സ്ക്രീൻ പ്ലേയിൽ വലിയ രീതിയിലൊന്നും ശ്രദ്ധ കൊടുത്തിട്ടില്ല. ഈ ടെംപ്ലേറ്റ് വർഷങ്ങളായി കാണുന്ന സാധനത്തിനെ വീണ്ടും എടുത്തു വെക്കുമ്പോൾ നമ്മൾ സ്ക്രീൻ പ്ലേ ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ ഓഡിയൻസിനെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കാം, കണക്ട് ചെയ്യിപ്പിക്കാം എന്നുള്ള രീതിയിൽ വേണം എടുക്കാൻ. അപ്പോൾ അതൊന്നും വിട്ടിട്ട് സ്ഥിരം ടെംപ്ലേറ്റ് എടുത്തതും പോരാഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഒരു രീതിയിലൊരു നമ്മൾ ഈ സിനിമയിൽ ശ്രദ്ധിക്കാൻ, അല്ലെങ്കിൽ ഈ സിനിമ അങ്ങനെയാണ്, അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു പ്ലസ് ആയിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്തില്ല സൈറൺ. അപ്പോൾ OTT-യിലുണ്ട്, നിങ്ങൾക്ക് നിറയെ സമയമുണ്ട്, വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പോയി കാണാം. ഇല്ലാതെ നിങ്ങൾ ഇത്രയും സമയം കണ്ടെത്തിയ ഒരു സിനിമ കാണണം, എനിക്ക് ഒരു സമയം കണ്ടെത്തി ഞാൻ ഒരു മൂവി കാണണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ വേറെ വല്ല സിനിമ കാണുന്നതായിരിക്കും നല്ലത്.